അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിലെ ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു സൺഡേ റീസെറ്റിംഗ് റൊട്ടീനാണ് കേട്ടോ. തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു തരം സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും അല്ലേ? ജോലിക്ക് പോണവരാണെങ്കിലും വീട്ടിൽ കുത്തിരിക്കണവരാണെങ്കിലും ആരെ സംബന്ധിച്ചും തിങ്കളാഴ്ച എന്ന് പറയുമ്പം ഒട്ടുമിക്ക ആൾക്കാരെ സംബന്ധിച്ചും തിങ്കളാഴ്ച ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അപ്പം നമ്മൾ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു റീസെറ്റിംഗ് റൊട്ടീൻ ഒന്ന് സെറ്റ് ചെയ്തെടുത്താലോ? അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് അൽക്കുലത്തെ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പം നമുക്ക് നമ്മൾ ഇന്നത്തെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. കുറച്ച് സമയം നമുക്ക് ഞായറാഴ്ച ഒരു സെമി ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെച്ചാലോ? അങ്ങനെ മൊത്തത്തിൽ മറച്ചിട്ടിട്ടുള്ളൊരു ഡീപ്പ് ക്ലീനിങ് അല്ല, ഒരു സെമി ഡീപ്പ് ക്ലീനിങ്. നമുക്ക് അത്യാവശ്യം നമുക്ക് അറിയില്ല നമ്മളെ വീട്ടിലേക്ക്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല നിങ്ങളെ വീട്ടിൽ ചെയ്യേണ്ടി വരും. അപ്പം നമ്മളെ പ്രയോറിറ്റി നോക്കിയിട്ട് ഏതാണോ കുറച്ചൊരു മോശമായി കിടക്കുന്ന ഏരിയ എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒരു സെമി ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കുക. ഒരാഴ്ച തുടങ്ങണ ആ ഒരു സമയത്ത് നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടോടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഒരാഴ്ച തുടങ്ങുമ്പോൾ തന്നെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ളൊരു വീടാണ് നമ്മളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉഷാറായിരിക്കും അല്ലേ ആ ഒരാഴ്ച തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒരു 15 മിനിറ്റോ ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്ലീനിങ്ങിൻ്റെ പരിപാടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാസ്ക് ചെയ്ത് തീർക്കണം. അങ്ങനെ ആ ഒരു എന്താ പറയുക, ഞാനിങ്ങനെയാണ് കേട്ടോ ഒരു ടൈമറൊക്കെ വെച്ച് ചിലപ്പോൾ 2-3 പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലീൻ ചെയ്തിടുന്ന ഒരു ഗെയിം കളിക്കണ പോലെ അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചെയ്യണ ആ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ഉഷാറുള്ള നമുക്ക് എന്താ പറയുക നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഒന്നും ആയിരിക്കില്ലല്ലോ, നമുക്ക് ചെയ്യാൻ മടിയുള്ളൊരു സംഗതി ആയിരിക്കും ചിലപ്പം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇതുപോലെ നല്ല രസകരമായിട്ട് പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ ഒരു 2-3 പാട്ടൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ മനസ്സിൽ തന്നെ നമ്മൾ വിചാരിക്കുക ഈ പാട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഭാഗം അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മടുപ്പില്ലാണ്ട് നമുക്ക് വേഗം ആ ഒരു ഇതിൽ ആ ഒരു ഉത്സാഹത്തിൽ അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒന്നാമത് ഈ ഒരു പണി, ഈ ജനവാതിൽ ക്ലീൻ ചെയ്യുക എന്നുള്ള പരിപാടി എപ്പോഴും പൊടി പിടിക്കുന്ന ഒരു സ്ഥലമായിരിക്കും, അതുപോലെ തന്നെ വൃത്തിയാക്കാൻ മെനക്കെട് പിടിച്ചൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലൗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗ്ലൗസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഇതിപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ഗ്ലൗസാണ്. ഇതിലിങ്ങനെ ഗ്ലൗസ് കയ്യിലിട്ടിട്ട് വെള്ളത്തിൽ നല്ലോണം പിഴിഞ്ഞെടുത്ത് തുടച്ച് കഴിഞ്ഞാൽ വേഗം പണി കഴിയുന്നുണ്ട്, ആദ്യത്തേക്കാളും പണി വേഗം കഴിയുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഷോക്സ് ഒക്കെ ഉണ്ടാവില്ല, പഴയ ഷോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് 2 കയ്യിലിട്ടിട്ട് നമുക്ക് വേഗം ഇതുപോലെ ജനലിൻ്റെ അഴികളൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കാൻ പറ്റും. അതൊരു ട്രിക്കാണ്. പിന്നെ നമ്മളെ ഞായറാഴ്ചത്തെ ക്ലീനിങ്ങിൽ ഞാൻ അധികം നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഈ ലിവിങ് റൂമൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടൊരു സെമി ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ അധികം യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളായിരിക്കും പെട്ടെന്ന് വൃത്തികേടാവുക, അവിടെയായിരിക്കും മെയിൻ്റെനൻസ് കൂടുതലായിട്ട് വേണ്ടി വരിക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രത്യേകിച്ച് ഇതുപോലെ കുട്ടികളുള്ള വീട്ടിൽ സോഫ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോഫേൻ്റെ കാര്യം അധോഗതിയാണ്. ഇവിടെ അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. ഡൈനിങ് ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ദിവസം ഈ സോഫ തന്നെയാണ് ഇവരുടെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. TV ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പം ഈ ഒരു സോഫ ക്ലീൻ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ട് എടുത്തിട്ട് നല്ലൊരു ഫ്രഷ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ട് ഇത്തിരി വെള്ളത്തിലെടുത്തിട്ട് ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് ഞാൻ പറയുമ്പോഴും ഇത് മുക്കി പാർന്നൊഴിച്ച് കഴുകല്ല കേട്ടോ, ഈ ചെറിയൊരു നനവിൽ ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ട് അത്യാവശ്യം കുറച്ചൊരു നനവിൽ തുടച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് ആറ്റിയും കൂടി തുടച്ചെടുക്കുക. ഇതിൻ്റെ അടിയിലൊക്കെ സ്പോഞ്ചാണ്, നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും ആ സ്പോഞ്ച് അത് വലിച്ചെടുക്കും, പിന്നെ അത് ഉണങ്ങി കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ആ ഒരു പണിക്ക് നിൽക്കരുതേ. ഇതുപോലെ ഞാനിപ്പം ചെയ്യണ പോലെ തന്നെ ആദ്യം കുറച്ചൊരു നനവിൽ തുടയ്ക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ആറ്റി അങ്ങ് തുടച്ചളയാം. നല്ല മണമായിരിക്കും. നമ്മൾ ഒന്നാമത് ഈ ഫാബ്രിക്കിലാണല്ലോ ഇത് യൂസ് ചെയ്യണത്, അതുകൊണ്ട് തന്നെ ആ ഒരു കംഫർട്ടിൻ്റെ മണം എന്ന് പറയുന്നത് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള മണമായിരിക്കും. അത് കുറേ നേരത്തേക്ക് ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇതുപോലെ നമുക്ക് കിടക്കയും വേണമെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഒരു തുണിയിൽ ആ ഒരു കിടക്കേൻ്റെ മേലുള്ള ആ ഒരു കച്ചറയും കാര്യങ്ങളും പൊടികളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യലുണ്ട് ഞാൻ. അപ്പോൾ ഇത് എല്ലാ ആഴ്ച ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമല്ല, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് അറിയില്ല ഇത് വൃത്തികേടായി എന്ന് തോന്നുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തിടലുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചയും ചെയ്യണ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വരിക എന്നുള്ളത്. ഇതൊരു നിധിശേഖരമായിരിക്കും. കുട്ടികൾ നമുക്ക് കാണാത്ത എന്തെങ്കിലും സാധനം ഉണ്ട്, കാണാണ്ട് പോയ എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോഫേൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഒന്ന് വലിച്ചു നീക്കിയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം സാധനം കൈ കിട്ടും കേട്ടോ.
അപ്പോൾ അത് തന്നെയാണ് ഇവിടെ അവസ്ഥ. എന്തൊക്കെ കച്ചറ ഉണ്ടോ അതൊക്കെ ഈ സോഫേൻ്റെ ബാക്കിലുണ്ടാവും. എത്ര പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അപ്പം അതെടുക്കുക ഇതെടുക്കുക അല്ലെങ്കിൽ അവിടെ വൃത്തിയാക്കുന്ന കുട്ടികളോട് പറയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓര് ചെയ്യുന്ന പരിപാടിയാണ് വേഗം ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതുപോലെ സോഫയൊക്കെ ഇതുപോലെ വെള്ളം കൂട്ടി തുടച്ചിട്ടില്ല, ആഴ്ചയിൽ അത് തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും സോഫയൊക്കെ നീക്കിയിട്ട് എല്ലാ ദിവസവും ഒന്നും ഇപ്പോൾ സോഫ നീക്കി അങ്ങനെ ഒന്നും അടിച്ചു വരലില്ല കേട്ടോ. ജസ്റ്റ് അങ്ങോട്ട് ആ ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യലാണ് എല്ലാ ദിവസവും. അപ്പോൾ ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ സോഫയൊക്കെ നീക്കിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊക്കെ തട്ടി വണ്ണാമ്പിലേക്ക് തട്ടി അങ്ങനെ അടിച്ചു തരലുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാ ആഴ്ചയും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വാഷ് ബേസിനൊക്കെ ഒന്നും കൂടി ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി പല്ല് വെക്കണ സമയത്ത് അതങ്ങ് ക്ലീൻ ചെയ്തിട്ടുണ്ടതിനെ കൊണ്ട് തന്നെ ആ ഡെയിലി ക്ലീൻ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങിനൊന്നും നിൽക്കേണ്ടി വരില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മതി. ആ ഒരു സ്ക്രബ്ബർ ഇത് കഴുകാനുള്ള ആ ഒരു സ്ക്രബ്ബറും അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ക്ലീനിങ് പിന്നെ മാറ്റി വെക്കേണ്ട ഒരു സ്ഥിതി വരില്ല. ആ സ്ക്രബ്ബറൊക്കെ എടുത്ത് വരണ്ട അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കേണ്ടി വരില്ല. സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. പിന്നെ ആ ഒരു ടവലൊക്കെ ഒന്ന് മാറ്റുക, ആഴ്ചയിലൊരു ദിവസം ടവലൊക്കെ ഒന്ന് മാറ്റുക, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാം. ബെഡ്ഷീറ്റ് ആ ഒരു റൂമിലെ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചാൽ തന്നെ ആ ഒരു റൂമിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രഷ് ലുക്കായിരിക്കും അല്ലേ. അപ്പോൾ ആഴ്ചയിലൊരു ദിവസം ഇതുപോലെ ശനിയാഴ്ച ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ബെഡ്ഷീറ്റ്, അപ്പോൾ 2-3 ദിവസമൊക്കെ കൂടുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആഴ്ചയിലൊരു ദിവസമാണ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാം. അലക്കാനൊക്കെ ഇട്ട് പുതിയ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കൽ ആഴ്ചയിലൊരു ദിവസമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് അത് കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങളും ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെച്ചതുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കാം. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ ഫ്രിഡ്ജിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മളെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഒരു മീൽ പ്ലാനിങ് അടുത്തൊരാഴ്ചത്തേക്കുള്ള ഒരു മീൽ പ്ലാനിങ് റെഡിയാക്കാം അല്ലേ. അല്ലാണ്ട് നമ്മൾ പുതിയൊരു മീൽ പ്ലാനിങ് ഇപ്പം നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊന്നും നോക്കാണ്ട് വെറുതെ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജിലുള്ള കേടായി പോകേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ മീൽ പ്ലാനിങ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേസ്റ്റേജ് കുറയ്ക്കാം. അതുപോലെ നമ്മളൊരു ബഡ്ജറ്റ് വെച്ചിട്ട് ആ ഒരു ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എങ്ങനെ നമുക്ക് പൈസ സേവ് ചെയ്തുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഒരു നല്ലൊരു മീൽ പ്ലാനിങ് റെഡിയാക്കുക എന്നുള്ളതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടൈം സേവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ മീൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുകയാണ് മീൽ പ്ലാനിങ് എഴുതി അതിൻ്റെ രീതിയിൽ നമ്മൾ അടുക്കളയിലുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാൽ ഞാനിപ്പം കുറച്ച് പ്ലാനിങ്ങിനായിട്ടാണ് കുറച്ച് സമയം ഇരിക്കാൻ പോണത്. മീൽ പ്ലാനിങ് ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ആക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഷെൽഫും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ തുടച്ച് വൃത്തിയാക്കലല്ല കേട്ടോ. അതിന് നമുക്ക് മാസത്തിലൊരു ദിവസം ഉണ്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ഇപ്പോൾ എപ്പോഴാണ് മീൽ പ്ലാൻ ചെയ്യുന്നത്, ചിലപ്പോൾ ശനിയാഴ്ച ചെയ്യും, ചിലപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം ചെയ്യും, അല്ലെങ്കിൽ ഞായറാഴ്ച. ഇതിലേതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ മീൽ പ്ലാനിങ് എഴുതാൻ വേണ്ടി ഇരിക്കൽ. അപ്പോൾ അതിന് തൊട്ട് മുമ്പേ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കാനുള്ള ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കാനുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലൊരു ഐഡിയ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ മീൽ പ്ലാനിങ്ങിന് ഇരുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ ആഴ്ചയിലൊരു ദിവസം സെമി ഡീപ്പ് ക്ലീനിങ്ങിന് ഇരിക്കുക എന്നുള്ളത് പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് സമയം നമുക്ക് ക്ലീനിങ്ങിനായിട്ട് മാറ്റി വെച്ച പോലെ തന്നെ കുറച്ച് സമയം നമുക്ക് പ്ലാനിങ്ങിനായിട്ടും മാറ്റി വെക്കുക. അപ്പോൾ ഞായറാഴ്ച കുറച്ച് സമയം ഇരുന്നിട്ട് മീൽ പ്ലാനിങ് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നീ തിരിഞ്ഞ് കളിക്കാണ്ട് പെട്ടെന്ന് പണികൾ തീർത്തിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കേട്ട് തള്ളാണ്ട് ഒരു 1-2-3 ആഴ്ച നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ മീൽ പ്ലാനിങ് ഒക്കെ വെച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിപ്പൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് മീൽ പ്ലാൻ ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൽ ഒന്ന് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെ ആയിരിക്കും ഈ ഒരു മീൽ പ്ലാനിങ് ഫോളോ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയമാണ് ഇനിയുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അടുക്കളയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, നമ്മളെ ഗ്രോസറീസ് ഒക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കി അതൊക്കെ നോക്കി മനസ്സിൽ ഒന്നെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവില്ല നമുക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സംഗതികളൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം അതൊക്കെ തീർക്കാനുള്ള മെനു ആദ്യം ഒന്ന് ഉണ്ടാക്കുക. ആദ്യത്തെ ഇപ്പോൾ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മളെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്ത് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, ഇതുപോലെ മുരിങ്ങേൻ്റെ ഇല, കർമൂസേൻ്റെ ഇല, ചക്കക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ ബഡ്ജറ്റ് എങ്ങനെയാണോ എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ അറിയണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു മീൽ പ്ലാനിങ് അടുത്തൊരാഴ്ചത്തേക്കുള്ള ഒരു മീൽ പ്ലാനിങ് സെറ്റാക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ആ ഒരു അടുത്തൊരാഴ്ച എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഹെൽത്തി കുക്കിംഗ് പാർട്ട്ണറായിട്ടുള്ള ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർ ആണ് കേട്ടോ. കാസ്റ്റ് അയണിൽ വരുന്ന കുക്ക് വെയർ ആണിത്. അടിപൊളി കടായിയാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 100% പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് വേർത്ത് പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് കിട്ടാം. അടിപൊളി നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇൻഡസ് വാലിൻ്റെ ഓരോ പ്രൊഡക്ട്സ് എന്ന് പറയുന്നതും. ഇവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിലും പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കാസ്റ്റ് അയണിലും വരുന്നുണ്ട്. കാസ്റ്റ് അയൺ പ്രൊഡക്ട്സ് ഒക്കെ നല്ല സൂപ്പർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടോ. പിന്നെ ഫുഡ് സേഫ് ആയിട്ടുള്ള ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവരുടെ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത. നമ്മൾ അധികം ആൾക്കാരും കുക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണോ എന്നൊക്കെ നോക്കിയിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കുക്ക് വെയർസിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കലുണ്ടാവും. അപ്പോൾ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള കുക്കിങ്ങിൽ അല്ലെങ്കിൽ ഹെൽത്തി വേർഷനിൽ കുക്ക് ചെയ്ത് നമ്മളെ ഫാമിലിക്ക് ഫുഡ് സെർവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഈ കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയായിരിക്കും. പക്ഷേ വാങ്ങാനുള്ളൊരു മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മയപ്പെടുത്തി എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടായിരിക്കും അല്ലേ. പക്ഷേ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ കുക്ക് വെയർസ് എന്ന് പറയുന്നത് പ്രീ സീസൺഡ് ആയിട്ട് വരുന്നതിനെ കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അടിപൊളിയായിട്ട് നമുക്ക് പ്രീ സീസൺഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കാസ്റ്റ് അയൺ പാത്രങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റിൽ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലായിരിക്കും നമ്മളെ ഫുഡൊക്കെ ഉണ്ടാവുക. ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും നമ്മൾ ഇൻഡസ് വാലിൻ്റെ കുക്ക് വെയർസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ സ്റ്റീലായി സ്റ്റെയിൻലെസ് സ്റ്റീലുള്ളതായിക്കോട്ടെ കാസ്റ്റ് അയണിലുള്ളതായിക്കോട്ടെ ഒരു പ്രാവശ്യം ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുക്ക് വെയർസിൻ്റെ കാര്യത്തിൽ വേറൊരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞ് നടക്കില്ല. അത്രയ്ക്ക് അഡിക്റ്റായി പോകുന്നുള്ള കാര്യമാണ് കേട്ടോ. സ്റ്റൈലിഷ് ആയിട്ടുള്ള ലിഡോടെ വരുന്ന ഈ ഒരു കടായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ വെബ്സൈറ്റ് വഴി വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫീൽ ഗുഡ് മോം ഫാമിലി മെമ്പേഴ്സിനായിട്ട് അഭിന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പം ഒരു 12% കൂടി എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ഞായറാഴ്ചത്തെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ അങ്ങോട്ട് റെഡിയാക്കി ഇട്ടാം. അപ്പോൾ കുറച്ച് ഇറച്ചി ഉണ്ടേനി. അപ്പോൾ അതൊന്ന് ഫ്രൈ പോലെ ആക്കി, പിന്നെ മുരിങ്ങേൻ്റെ ഇല കറിയുണ്ട്, ചോറും വെച്ച് ഒരു പപ്പടും. പിന്നെ ചിക്കനുള്ള ദിവസം കുറേ വിഭവങ്ങൾ ഉപ്പേരി അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആരും തൊട്ട് വെക്കലില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ആർഭാടത്തിനൊന്നും പോയില്ല. ചിക്കൻ ഉള്ളതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ചിലവാവണ കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ നമ്മളെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടികളൊക്കെ സെറ്റായി. അത് കഴിഞ്ഞാൽ നല്ലൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി. നല്ല കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിയാഴ്ച ഞായറാഴ്ച ഏതെങ്കിലും ദിവസമാണ് ഞാൻ എണ്ണ തേച്ച് കുളിക്കാം. എണ്ണ തേച്ച് കുളിക്കണതിൻ്റെ ആ ഒരു ഉഷാറ് എന്ന് പറഞ്ഞാൽ അത് തേച്ച് കുളിച്ച ആൾക്കാർക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ തേച്ച് കുറച്ച് സമയം മസാജൊക്കെ കൊടുത്ത് കുറച്ച് സമയം എണ്ണ പിടിക്കാനൊക്കെ കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ ഒന്ന് കുളിച്ച് നോക്കണം കേട്ടോ. തലയിലൊരു താളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായി പരിപാടി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വലിയ രീതിയിൽ തലയിൽ മാസ്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എണ്ണ തേച്ച് അങ്ങോട്ട് കുളിച്ച് ചെറുപയർ പൊടി വെച്ചിട്ട് അങ്ങോട്ട് എണ്ണ വെച്ചിട്ട് നല്ലൊരു കുളി അങ്ങോട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഭയങ്കര ഉഷാറായിരിക്കും കേട്ടോ. നമ്മളാ ഒരു ക്ഷീണമൊക്കെ അങ്ങോട്ട് ഒഴിഞ്ഞു പോയ പോലെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നമ്മളെ നഖമൊക്കെ ഒന്ന് ട്രിം ചെയ്ത് അങ്ങനെയുള്ള കുറച്ച് അൽക്കുലത്തെ പരിപാടികൾ. പിന്നെ നമ്മളെ ഈ മസാജ് ചെയ്യുമല്ലോ, നമ്മൾ ഇൻവേർഷൻ മസാജ് ചെയ്യുക, ഹെയർ ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മുടി ഇങ്ങനെ അല്ല പറയുമ്പോൾ ഇൻവേർഷൻ മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നോക്കും, ഒന്നുമില്ല. നമ്മൾ കുമ്പിട്ടിട്ട് മുടി കുറച്ച് നേരം ആ ഒരു സർക്കുലേഷൻ ബ്ലഡിൻ്റെ ആ ഒരു സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുടി ഒന്ന് നമ്മൾ കുമ്പിട്ട് നിന്നിട്ട് മുടി കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് തല അങ്ങനെ താഴോട്ടാക്കിയിട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മസാജൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ച് നേരം ഫോൺ കാണുക, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളൊരു ഹോബിയായിട്ട് എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം. അല്ലാണ്ട് നമ്മൾ കുപ്പിയിൽ നിന്ന് ഇറങ്ങി വന്ന ഭൂതത്തിൻ്റെ തൊട്ട് ഇങ്ങനെ ഒരു പണി കഴിഞ്ഞ് അടുത്ത പണി, ഒരു പണി കഴിഞ്ഞ് അടുത്ത പണി ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് എന്താ ശരിയാവില്ലല്ലോ. നമുക്കൊരു റെസ്റ്റൊക്കെ വേണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫ് പാമ്പറിങ്ങിനായിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്.
അടുത്ത ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ. ഇപ്പം നമുക്ക് പ്രയോറിറ്റി നമുക്ക് അറിയാമല്ലോ, നമുക്ക് അത് നിർബന്ധമായിട്ട് അത് ഫുള്ള് അലങ്കോലായി അല്ലെങ്കിൽ എന്തായാലും ഒരു ഡീക്ലട്ടറിങ്ങും ക്ലീനിങ്ങും ഒക്കെ വേണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 10 മിനിറ്റ് മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ ഒരു ചെറിയൊരു ഏരിയ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ ചെയ്തൊരു കാര്യം, നമ്മൾ ആക്സസറീസ് ഒക്കെ വെച്ചതുണ്ടാവുമല്ലോ, മേക്കപ്പിൻ്റെ സാധനങ്ങൾ, ഷിഗാൻഡിൻ്റെ ഈ വള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച്, കമ്മൽ, വള അങ്ങനത്തതൊക്കെ വെച്ചത് ഫുൾ അലങ്കോലമായിട്ടാണുള്ളത്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഷിഗിയും ഞാനും എല്ലാം ഇതുപോലെ ഒരേപോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പോൾ ഓളിങ്ങനെ അവിടുന്ന് ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ ഇവിടേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓളത് വേറെ മാറ്റി അല്ലെങ്കിൽ ഇൻ്റെ വേറെ മാറ്റി, അപ്പോൾ എല്ലാം കൂടിയും കച്ചറയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് പുറത്തിട്ടിട്ട് എല്ലാം ഓരോന്നായിട്ട് ഓരോരോ സ്ഥലത്തേക്കാക്കി മാറ്റി അതിൻ്റെ കാറ്റഗറി തിരിച്ചിട്ട് അങ്ങനെ ഓരോന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പണിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഷോക്കേസിലായാലും ഇപ്പോൾ ഷോക്കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അതും ഇതും അവിടെ ഇവിടെയൊക്കെ മറന്നുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടേക്കും ഷോക്കേസിലൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് അവിടെ ഒരു കച്ചറയായി പോവും, വേണ്ടതും വേണ്ടാത്തയും ഒക്കെ ആയിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം എടുത്തിട്ട് ഏതാണോ നമുക്കിപ്പോൾ ഏതാണോ വൃത്തിയാക്കാൻ ഏറ്റവും കൂടുതൽ വൃത്തികേടായി കിടക്കണമെന്ന് തോന്നിയ അങ്ങനെ പ്രയോറിറ്റി നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗം, അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ചല്ലേ ഇപ്പോൾ ഷോക്കേസ് അല്ലെങ്കിൽ കിച്ചണിൽ ചിലപ്പോൾ കബോർഡ്, പാത്രങ്ങളൊക്കെ വെക്കണ കബോർഡാണെങ്കിലും കുറേ സാധനങ്ങൾ ചിലപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങി വെച്ച സാധനങ്ങളുണ്ടാവും, ചിലപ്പോൾ നമ്മളോട് തന്നെ മറന്നുപോയ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കിച്ചണിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ അൾമാരി, നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, പുതിയ ഡ്രസ്സൊക്കെ വരുമ്പോൾ പഴയത് നമുക്ക് ഇടാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ളതാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഡീക്ലട്ടറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഏരിയ എടുക്കുക. എപ്പോഴെങ്കിലും ഒരാഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്ഥലം ഇതുപോലെ വൃത്തിയാക്കി വെക്കുക. എല്ലാം കൂടി ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ അൾമാരി, കിച്ചൺ, ഷോക്കേസ്, ആക്സസറീസൊക്കെ വെച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച ഭാഗങ്ങൾ, ഇതൊക്കെ എല്ലാം കൂടി വൃത്തിയാക്കണം എന്നല്ല, ഇതൊക്കെ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ഏതാണോ എന്നുള്ളത് നമ്മളെ പ്രയോറിറ്റി നോക്കിയിട്ട് ആ ഒരു ഭാഗം, ഒരു ഏരിയ ഒരു പ്രാവശ്യമായിട്ട് അങ്ങനെ വൃത്തിയാക്കുക. എല്ലാം കൂടി വൃത്തിയാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്ലീനിങ്ങിൻ്റെ വർക്ക് വല്ലാത്തൊരു ഭാരമായിട്ട് നമുക്ക് തോന്നും ചെയ്യും, നമ്മൾ വല്ലാണ്ട് ടയേർഡ് ആവും ചെയ്യും. അപ്പോൾ അത് കിട്ടുന്ന ഒരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അത് നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ പണി എന്ന് വെച്ച് ഇങ്ങനെ മരിച്ച് പണി എടുക്കല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം. നമുക്ക് ഏതാണോ ഒരു ഭാഗം എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അപ്പോൾ ഈ ഇതിൽ ഒഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്ന് ഡീക്ലട്ടർ ചെയ്ത് ഒഴിവാക്കാനുള്ള കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും ഭാഗങ്ങൾ പിന്നെ നമുക്ക് വൃത്തിയാക്കി എടുത്താൽ മതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഷിഗാൻ്റെത് വേറെ എൻ്റെത് വേറെ അങ്ങനെ ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പണിക്ക് നിന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണും കൂടി ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഫോണിൽ ചിലപ്പോൾ ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോ ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കാറ്റഗറി തിരിച്ചൊക്കെ വെക്കാൻ പറ്റുന്നത്, ഓരോരോ ഫോൾഡറാക്കി വെക്കാൻ പറ്റുന്നതൊക്കെ, ഓരോ വീഡിയോയ്ക്ക് വേണ്ടത് അതൊന്ന് ഫോൾഡറാക്കി വെക്കാൻ. ഇപ്പോൾ ആവശ്യമില്ലാത്ത കുറേ സംഗതികളുണ്ടാവും, വെറുതെ നമ്മൾ ഫോട്ടോ ക്ലിക്ക് ചെയ്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി ഫോണൊന്ന് ക്ലിയർ ആക്കി വെക്കുക. അതുപോലെ തന്നെ സിസ്റ്റം ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു സെൽഫ് മൈൻഡ്, നമ്മളെ മൈൻഡ് ഒന്ന് ഡീക്ലട്ടർ ചെയ്യാനും കൂടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ മൈൻഡിലുള്ള കുറേ കാര്യങ്ങൾ, ചിലപ്പോൾ ഈ ആഴ്ച നടന്ന കുറേ കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് അതിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ചീത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചെന്നുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ കൂടെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കൂലേ, കുറേ കാലത്തേക്ക് അത് തന്നെയായിരിക്കും നമ്മളെ മൈൻഡിലുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാനുള്ളതൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കണ്ടിട്ട് അങ്ങനെ ഒഴിവാക്കാനുള്ള സംഗതികളൊക്കെ നമ്മളെ മൈൻഡ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ഡീക്ലട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഡീക്ലട്ടറിങ്ങിനായിട്ട് ഇതുപോലെ കുറച്ചൊരു സമയം, ഒരു 10 മിനിറ്റ് മാക്സിമം ഒരു 15 മിനിറ്റ് ഒക്കെ മതി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് റിലാക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു 10-15 മിനിറ്റ് അതിനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ചെയ്തു വെക്കുന്ന വേറൊരു കാര്യമാണ്, നമ്മളിപ്പം മീൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഇപ്പം മീൽ പ്ലാനിങ് എഴുതി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞായറാഴ്ച നമ്മൾ മീൽ പ്ലാനിങ് ഒക്കെ സെറ്റാക്കി എഴുതി കഴിഞ്ഞാൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസത്തേക്കൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ആ മീൽ പ്ലാനിങ് അനുസരിച്ച് നമ്മളെ കയ്യിൽ വേണ്ട സാധനങ്ങൾ, അടുക്കളയിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പോൾ അതിനൊരു ലിസ്റ്റ് എഴുതുക, എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് എഴുതുക. ആ ഒരു ലിസ്റ്റ് പ്രകാരം സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് അതിൻ്റേതായ സ്ഥാനത്തേക്കൊക്കെ റീഫിൽ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് കുറേ സമയം ലാഭിക്കാൻ പറ്റും. സംഗതി കാര്യം നിസ്സാരമാണ്, നമ്മളിപ്പോൾ അതിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ കുക്കിങ്ങിൻ്റെ ടൈമിൽ അതൊക്കെ പൊളിച്ച് അതിന് വേണ്ട സാധനങ്ങൾ എടുത്ത് ഒക്കെ കാര്യമൊക്കെ റെഡിയാണ്. പക്ഷേ ഇതുപോലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീരാൻ വേണ്ടി സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ റീഫിൽ ചെയ്ത്
കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതിപ്പോൾ ഒരാഴ്ച ചിലപ്പോൾ നമ്മളെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളൊന്നും നമ്മളെ കയ്യിൽ വാങ്ങാനുള്ള ആ ഒരു പൈസ ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടാവില്ല, എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക, അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റീഫിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി, ഒന്ന് കിടക്കാൻ പോണതിന് മുമ്പ് അതൊക്കെ ഒന്ന് നോക്കി എന്താ കുറവുള്ളതെന്ന് വെച്ചാൽ അത് റീഫിൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ പണികൾ ചെയ്യാനുള്ള ഒരു ഉഷാറും ഉണ്ടാവും. ഇതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് പണികളൊക്കെ വേഗം തീർക്കാനും പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ഇതുപോലത്തെ അപ്ലയൻസസ് കാര്യങ്ങളൊക്കെ ഡീപ് ക്ലീൻ ചെയ്യാന്നുള്ളത് അത് നമുക്ക് എന്നും പറ്റിക്കൊള്ളണം എന്നില്ലല്ലേ. അപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഗതികളായിരിക്കും ഇപ്പോൾ മിക്സി, അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ, എയർ ഫ്രയർ കാര്യങ്ങൾ, വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് എന്നും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നുണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് ഇത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു പെർഫോമൻസിനെ ബാധിക്കും, ഉറപ്പാണ് അല്ലേ. അപ്പോൾ അതിന് പകരം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആകെ അത്ര സമയം വേണ്ടി വരുള്ളൂ. അപ്പോൾ അതിനൊരു സമയം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് പിന്നെ ചെയ്യണ ഒരു കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനിതാ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. തിങ്കളാഴ്ച ദിവസം ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊന്നും ഇല്ലാണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് റീചാർജ്ഡ് ആയിട്ടുള്ള ഒരു ആഴ്ചയായിട്ട്, ഇനി വരുന്ന ഒരാഴ്ചയായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യൽ, ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട് ചെയ്ത് വെക്കൽ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള വീക്കിനായിട്ട് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ചെയ്ത് വെക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് വെക്കലെന്നുണ്ട് ഉള്ളത് ഒന്ന് നിങ്ങളെ സമയം അനുസരിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.